തിരുവനന്തപുരം ജില്ലയിലെ വനാതിർത്തി പങ്കിടുന്ന അതിമനോഹരമായ ഗ്രാമം. പകൽ പോലും ആളുകൾ ഇറങ്ങാൻ പേടിച്ചിരുന്ന ഈ നാട് ഇന്ന് പാലോട് കാർഷിക കലാ വ്യാപാരമേളയുടെ പെരുമയിലും ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിറവിലും കേളി കേട്ടു നിൽക്കുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇക്ബാൽ കോളേജ് ജാതിമത ഭേദമന്യേ എല്ലാവരും അധിവസിക്കുന്ന അതിമനോഹരമായൊരു ഗ്രാമം പെരിങ്ങമല. വിശേഷങ്ങൾ കാണാം, കേൾക്കാം. റേഡിയോ കേരളം 1 ഒരു അവസരം കൂടി നിങ്ങൾക്കുണ്ട്. ആരാണ് ആദ്യം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, അമാനുള്ള നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഹലോ, ഹായ്. എന്താണ് അമാനുള്ള വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? നല്ലപോലെ പോകുന്നു. ഞാൻ ഖത്തറിലാണ്. ഖത്തറിൽ എവിടെയാണ്? ഖത്തറില് ഞാൻ അൽ വക്ര എന്ന് പറയും. അൽ വക്ര. ഓക്കെ, ഫാമിലി ഒക്കെ അവിടെ തന്നെ ഉണ്ടോ? ആ ഫാമിലി ഇവിടെയാണ്. 2 മക്കളുണ്ട്. പിന്നെ അവര് രണ്ടുപേരും ഇവിടെ പഠിക്കാണ്. ഓക്കെ, പെരിങ്ങമലയിൽ ആരൊക്കെയുണ്ട്? പെരിങ്ങമലയിലാണല്ലോ ഞങ്ങളുടെ എല്ലാരും അവിടെയാണല്ലേ? പെരിങ്ങമലയെ ചക്കള തന്നെയാണ്. എന്താണ് പിന്നെ ഫാമിലി എല്ലാരും പെരിങ്ങമലയാണ്. പെരിങ്ങമല എന്ന് പറയുമ്പോ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കുറെ നല്ല നല്ല മെമ്മറീസ് വരുമല്ലോ, വിഷ്വൽസ് വരും. ഞങ്ങൾ കണ്ടു. അതിലേറ്റവും നമുക്കിങ്ങനെ കേൾക്കുമ്പോ അവിടേക്കൊന്ന് പോണം എന്ന് തോന്നുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഓർമ്മ അത് ഏതായിരിക്കും പെട്ടെന്ന് ഷെയർ ചെയ്യാനുള്ളത്? പെട്ടെന്ന് ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് പെരിങ്ങമല. പെരിങ്ങമല എന്ന് പറഞ്ഞാൽ തന്നെ പെരിയ മല, അങ്ങനെയാണ് ആ പേര് വന്നത്. അവിടെ ഏറ്റവും കൂടുതൽ തേനിന്റെ തേൻ നമ്മൾ എവിടെ കണ്ടാലും ഹണിയില്ലേ, ഹണി എവിടെ കണ്ടാലും ഞങ്ങൾക്ക് പെരിങ്ങമലക്കാർക്ക് പെരിങ്ങമല ഓർമ്മ വരും. കാരണം പെരുന്തേൻ മല എന്നാണ് പറയുന്നത് തന്നെ. വളരെ ഔഷധ ഗുണമുള്ള പശ്ചിമഘട്ടത്തിലെ ഒരു ഏരിയയാണ് പെരിങ്ങമല. അതറിയാലോ എല്ലാവർക്കും. അപ്പൊ ഒരുപാട് നമുക്ക് എപ്പോഴും ഓടിയെത്താൻ തോന്നുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടങ്ങൾ. ഞങ്ങളുടെ നാട്ടില് വളരെ സമ്പൂർണമായിട്ട് വെള്ളച്ചാട്ടങ്ങൾ നിരവധിയുണ്ട്. മങ്കയം വാട്ടർഫാൾസ്, പൊന്മുടി വാട്ടർഫാൾസ്, അതുപോലെ അങ്ങനെ ഒരുപാട്. ഈ അവിടെ പോയി കുളിക്കാനും കുട്ടിക്കാലത്ത് ഞങ്ങള് കുറെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാരും കൂടെ ചേർന്ന് പോയി കഴിക്കുന്ന സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. അവിടെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ജെംസ് ഇല്ലേ, നമ്മുടെ ഒരു വജ്രം പോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ വരയാട് മുട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വരയാട് മുട്ട അല്ലേ? വരയാട് മുട്ട, അതിന്റെ പേര് തന്നെ വരയാടുന്നുണ്ടല്ലോ. അപ്പോ വരയാടുകൾക്ക് താമസിക്കാനും അതിന്റെ പ്രജനനം നടത്താനും വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സ്ഥലമാണ് വരയാട് മുട്ട. അത് പൊന്മുടിയുടെ കുറച്ച് താഴെയായിട്ട് വരും. അവിടെ ട്രെക്കിംഗ് ചെയ്ത് പോവാം. അങ്ങനെ ഒരുപാട് പോവലുണ്ടോ? പണ്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുള്ള ഓർമ്മകളുണ്ടോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ തേയില തോട്ടങ്ങളൊക്കെ ഉണ്ട്. തേയിലത്തോട്ടങ്ങള്, അതുപോലെ തേയില ഫാക്ടറി. അവിടെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞിലെ എല്ലാരും കൂടെ, കുഞ്ഞിലെന്ന് വെച്ചാല് ഒരു 10ാം ക്ലാസ് ആ ടൈം ഉണ്ടല്ലോ, ഈ പ്രവാസം ഏറ്റെടുക്കാതിരിക്കുന്ന ടൈം, സന്തോഷം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത സമയം. അതെ. ആ ടൈമിലൊക്കെ സൈക്കിളിൽ വരെ നമ്മൾ അതുവഴി പോവാറുണ്ട്. ആന, മാന്, കേഴമാന്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട്. പിന്നെ ചിത്രശലഭങ്ങളുണ്ട്, കിളികളുണ്ട്. വൈഡ് വെറൈറ്റീസ് ഓഫ് കിളികളുണ്ട് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാരും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് അതിഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് എന്റെ പെരിങ്ങമല. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ പ്രവാസികളായിരിക്കുന്ന സമയത്തെ നാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പൊ അതും പെരിങ്ങമല പോലെ ഒരു നാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോ തന്നെ. തീർച്ചയായിട്ടും. രാവിലെ നമുക്ക് എണീക്കുമ്പോ മിക്ക ദിവസങ്ങളും, ഒരു വർഷത്തിൽ മിക്ക ദിവസങ്ങളിലും തണുപ്പായിരിക്കും. പക്ഷെ എല്ലാരും മൂന്നാറ്, കാന്തല്ലൂര്, മറയൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളാ പ്രിഫർ ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പെരിങ്ങമലയിൽ എത്തുമ്പോ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. അവിടെ എല്ലാം കാണുമ്പോ, പൊന്മുടി കാണുമ്പോ, ബ്രൈമൂർ കാണുമ്പോ, മങ്കയം വെള്ളച്ചാട്ടം കാണുമ്പോ, പിന്നെ അതുപോലെ ഇത് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ വരയാട് മുട്ട എന്ന് പറഞ്ഞാല് പ്രകൃതി തന്നെ ഈ വരയാടുകൾക്ക് കൊടുത്തേക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ഒരുപാട് പ്രജനനം ഇപ്പോ കേരളത്തിൽ കൂടുതലുള്ളത് ഈ വരയാട് മുട്ടയിലാണ്. ഇരവികുളമാണ് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരയാട് പ്രജനനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ. കൺസർവേറ്ററി പോലെ ഭയങ്കര അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാല് പിന്നെ ലോകത്തിൽ തന്നെ ഈ കാട്ടുജാതിക്ക
വളരെ കുറച്ചേ ഉള്ളൂ ഭൂമിയിൽ. അത് പെരിങ്ങമലയാണ് ഏറ്റവും കൂടുതലുള്ളതെന്നുള്ളൊരു സവിശേഷതയും കൂടെ ഉണ്ട് കേട്ടോ. ഗ്രേറ്റ്. കാട്ടുജാതിക്ക, അതുപോലെ മരമഞ്ഞൾ, അതൊക്കെ ഞങ്ങളുടെ ആ ഭാഗത്ത് മാത്രം കിട്ടുന്ന ആയുർവേദ കിഡിലോസ്കി ഐറ്റംസ്. കിഡിലോസ്കി അല്ലേ? അത് ആക്ച്വലി അഗസ്ത്യമലയുടെ ഒരു പാരമ്പര്യം കൂടി നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരുപാട് പേര് വരാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പെരിങ്ങമലയെ വന്ന് കാണണം, എക്സ്പ്ലോർ ചെയ്യണം. ആക്ച്വലി നമ്മള് എന്താണെന്നറിയോ ഉദ്ദേശിക്കുന്നേ, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും നാട്ടിലിവിടെ പോലെയുള്ള ഈ ഒരു പരിപാടിയിലൂടെ, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഗൾഫ് മലയാളികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ജെംസ്, അത്രയധികം വജ്രങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങൾ, നമ്മുടെ നൊസ്റ്റാൾജിയ, നമ്മുടെ നാട്, അത് മലയാളികളിലേക്ക് മുഴുവൻ എത്തിക്കുക. ഒരു വെക്കേഷൻ വേണമെങ്കിൽ അവർക്ക് പെരിങ്ങൻമലയിലും വന്ന് സ്പെൻഡ് ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം അവർക്ക് കാണാൻ ഒട്ടനവധി സ്ഥലങ്ങൾ പെരിങ്ങമല മാത്രം തന്നെ ഉണ്ട്. പൊന്മുടി, ഏത് സമയത്ത് വേണോ കോടമഞ്ഞില്ലേ, കോടമഞ്ഞ് നമ്മൾ നിൽക്കുമ്പോ തന്നെ, അവിടെ നിൽക്കുമ്പോ തന്നെ കോടമഞ്ഞ് വന്ന് നമ്മൾ അടുത്ത് തന്നെ വന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞ് വരുന്ന സ്ഥലമാണ് പൊന്മുടി. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്ഥലം അവർക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടിലെ കട എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെ നിന്ന് ഉച്ചയൂണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം. അവിടെ പോയി വിതിര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പെരിങ്ങമല. പക്ഷെ അത് ഒരുപാട് പേർക്കും അറിയത്തില്ല എന്നുള്ളതാ. അതെ, പെരിങ്ങൻമലയെ കുറിച്ച് പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. ആ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിലാണ് അല്ലെ. നമ്മുടെ ഇവിടുത്തെ 3:50, അതായത് എനിക്ക് തോന്നുന്നു ഖത്തറിലാണല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അവിടെ 2:50 ആയിരിക്കും അല്ലെ. ആ സമയത്ത് നാട്ടുകൂട്ടത്തിന്റെ ഭാഗമായിട്ട് ഇതേ ലിങ്കിൽ ഒന്നുകൂടി ജോയിൻ ചെയ്യണം. അപ്പൊ കുറച്ചധികം പെരിങ്ങൻമലക്കാരെ നമുക്ക് ഒന്നിച്ച് കണ്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാട്ടുകൂട്ടത്തിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ടവരെ പെരിങ്ങൻമലയിൽ നിന്ന്